ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 61-ാമത്തെ ദശകം നോക്കാം. വിപ്രപത്നി അനുഗ്രഹം. ഒന്നാമത്തെ ശ്ലോകം. തതശ്ച വൃന്ദാവനതോദിദൂരതോ വനം ഗതസ്ത്വം ഖലു ഗോപഗോകുലേ ഹൃദന്തരേ ഭക്തതരദ്വിജാംഗന കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ. പദമുറിച്ച് പറയാം. തതഃ ച വൃന്ദാവനതഃ അതിദൂരതഃ വൃന്ദാവനതോദിദൂരതോ വനം ഗതഃ ത്വം ഗതസ്ത്വം ഖലു ഗോപഗോകുലൈഃ ഹൃദന്തരേ ഭക്തതര ദ്വിജാംഗന കദംബക അനുഗ്രഹണ ആഗ്രഹം ഭക്തതര ദ്വിജാംഗന കദംബകാനുഗ്രഹണാഗ്രഹം വഹൻ. തതഃ ച അതിനുശേഷം ഭക്തതര ദ്വിജാംഗന അതിഭക്തകളായ ബ്രാഹ്മണ സ്ത്രീകൾ കദംബകാനുഗ്രഹണാഗ്രഹം ഒരിടത്ത് തന്നെയുള്ള അതിഭക്തകളായ ചില ബ്രാഹ്മണ സ്ത്രീകളെ ഒന്നിച്ച് അനുഗ്രഹിക്കണമെന്ന് ഹൃദന്തരെ വഹൻ ഉള്ളിൽ കരുതിക്കൊണ്ട് ത്വം ഗോപഗോകുലൈഹി അവിടുന്ന് ഗോപന്മാരോടും പശുക്കൂട്ടങ്ങളോടും ഒക്കെ കൂടിയിട്ട് വൃന്ദാവനതഃ അതിദൂരതഃ വനം ഗതഃ ഖലു വൃന്ദാവനത്തിൽ നിന്ന് അതിദൂരതഃ കുറേ അകലെയുള്ള വനം കാട്ടിലേക്ക് ഗതഃ ഖലു പോവുകയുണ്ടായല്ലോ. ഇവിടെ ഗോപസുന്ദരികളെ അനുഗ്രഹിച്ചതിന് ശേഷം ഒരിടത്തുള്ള അതിഭക്തകളായ കുറച്ച് ബ്രാഹ്മണ സ്ത്രീകളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമെന്ന് നിശ്ചയിച്ചിട്ട് ഗോപകുമാരന്മാരെയും പശുക്കളെയും ഒക്കെ കൂട്ടിക്കൊണ്ട് ഒരു ദിവസം ഭഗവാൻ വൃന്ദാവനത്തിൽ നിന്നും കുറേ അകലെയുള്ള ഒരു കാട്ടിലേക്ക് പോയി. ഇനി രണ്ടാമത്തെ ശ്ലോകം. തതോ നിരീക്ഷ്യ ശരണേ വനാന്തരേ കിശോരലോകം ക്ഷുതിതം തൃഷാകുലം അദൂരതോ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വ്യസർജയോദീ ദിവ്യാജനായ താൻ. പദമുറിച്ച് പറയാം. തതഃ നിരീക്ഷ്യാശരണേ വനാന്തരേ കിശോരലോകം ക്ഷുധിതം തൃഷാകുലം അദൂരതഃ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി വ്യസർജയഃ ദിവ്യാജനായ താൻ. തതഃ അശരണേ വനാന്തരേ അതിനുശേഷം അശരണരായ വനാന്തരേ എന്ന് പറയുമ്പോൾ ആരുമില്ലാത്ത വീടും ആളുകളും ഒന്നും അടുത്ത് ഇല്ലാത്ത ഒരു കാട്ടിൽ ആ കാട്ടിൻ്റെ ഉള്ളിൽ കിശോരലോകം കൂടെയുള്ള കുട്ടികൾക്കെല്ലാം ക്ഷുധിതം തൃഷ ആകുലം വിശന്നും ദാഹിച്ചും അങ്ങനെ ആകുലരായിട്ട് തളർന്നതായിട്ട് നിരീക്ഷ്യ കണ്ടിട്ട് അദൂരതഃ യജ്ഞപരാൻ ദ്വിജാൻ പ്രതി അദൂരതഃ അത്ര അകലെയല്ലാത്ത അവിടെ നിന്ന് അധികം ദൂരെയല്ലാത്ത ഒരിടത്ത് യജ്ഞപരാൻ ദ്വിജാൻ പ്രതി യാഗം ചെയ്യുന്നതിൽ തൽപരരായ ദ്വിജാൻ ബ്രാഹ്മണരെ പ്രതി ഉദ്ദേശിച്ചിട്ട് ദ്വിജാൻ പ്രതി ആ ബ്രാഹ്മണരെ ഉദ്ദേശിച്ചിട്ട് ദിവ്യാജനായ കുറച്ച് ഭക്ഷണം കിട്ടാനായിട്ട് ഭക്ഷണം ചോദിക്കാനായിട്ട് താൻ വ്യസർജയ ആ കുട്ടികളെ ഭഗവാൻ പറഞ്ഞയച്ചു. ആ കാട്ടിനുള്ളിലൂടെ അങ്ങനെ പോയി വീടും കുടിയും ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് കാട്ടിനുള്ളിൽ ഒരു സ്ഥലത്തെത്താണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുട്ടികൾക്കെല്ലാം വിശക്കാൻ തുടങ്ങി. വിശപ്പും ദാഹവും കൊണ്ട് അവരെല്ലാവരും തളർന്നപ്പോൾ
അവിടെ നിന്ന് അധികം ദൂരെയല്ലാത്ത ഒരു സ്ഥലത്ത് ബ്രാഹ്മണർ ഒരു യാഗം നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ആ യാഗം നടക്കുന്ന ആ സ്ഥലത്ത് അവിടെയുള്ള ഒരു ബ്രാഹ്മണ സ്ത്രീയെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉദ്ദേശിച്ചുകൊണ്ട് ഭഗവാൻ ആ ഗോപന്മാരോട് പറഞ്ഞു, പ്രയാത ദേവയജനം ബ്രാഹ്മണ ബ്രഹ്മവാദിന സത്രമാങ്കിരസം നാമ ആസതേ സ്വർഗകാമ്യയ. ഭാഗവതം. വേദോച്ചാരണം ചെയ്യുന്ന ബ്രാഹ്മണർ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് ആങ്കിരസം എന്നു പേരായ ഒരു യാഗം നടത്തുന്നുണ്ട്. നിങ്ങൾ ആ യാഗശാലയിലേക്ക് പോകണം, അവിടെ പോയിട്ട് കുറച്ച് ഭക്ഷണം തരണമെന്ന് അവരോട് പറയണം, യാചിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് കുട്ടികളെ ഭഗവാൻ അവിടേക്ക് പറഞ്ഞയച്ചു. ഇനി മൂന്നാമത്തെ ശ്ലോകം. ഗതേഷ്വധോതേഷ്വഭിധായ തേഭിതാം കുമാരകേശോദനയാജിഷു പ്രഭോ ശ്രുതിസ്ഥിര അപ്യഭിനിന്യുരശ്രുതിം ന കിഞ്ചിദൂജുശ്ച മഹീസുരോത്തമാഃ. പദം മുറിച്ച് പറയാം. ഗതേഷു അഥ തേഷു അഭിധായ തേഭിധാം കുമാരകേഷു ഓദനയാജിഷു പ്രഭോ ശ്രുതിസ്ഥിര അഭിനിന്യുഹു അശ്രുതിം അപ്യഭിനിന്യുരശ്രുതിം ന കിഞ്ചിത് ഊജുശ്ച മഹീസുരോത്തമാഃ. തേഷു കുമാരകേഷു ഗതേഷു. ആ ഗോപകുമാരന്മാരെ അവിടേക്ക് പോയപ്പോൾ പ്രഭോ ഗുരുവായൂരപ്പ തേ അഭിധായ അങ്ങയുടെ പേര് പറഞ്ഞിട്ട് ഓദന യാജിഷു കുറച്ച് ചോറ് തരണമെന്ന് അപേക്ഷിച്ചപ്പോൾ മഹീസുരോ ഉത്തമാഹ യോഗ്യരായ ബ്രാഹ്മണരാണ് തങ്ങളെന്ന് നടിക്കുന്ന ആ ബ്രാഹ്മണര് ശ്രുതിസ്ഥിരാഹ അശ്രുതിം അഭിനിന്യു. ശ്രുതിസ്ഥിരന്മാരാണെങ്കിലും ശ്രുതിയില്ലായ്മയെയാണ് കാട്ടിയത്. ന കിഞ്ചിത് ഊജുഹൂച്ച ഒന്നും പറഞ്ഞതുമില്ല. മേൽപ്പത്തൂർ പറയാണ്, ഗുരുവായൂരപ്പ ആ കുട്ടികൾ അങ്ങയുടെ പേരും പറഞ്ഞ് അവിടെ ചെന്ന് ഭക്ഷണം ചോദിച്ചപ്പോൾ യോഗ്യരാണ് തങ്ങൾ എന്ന് നടിക്കുന്ന ആ ബ്രാഹ്മണര് ശ്രുതിസ്ഥിരാഹാഭി അശ്രുതിം അഭിനിന്യു. ശ്രുതിസ്ഥിരന്മാരാണെങ്കിലും ശ്രുതിയില്ലായ്മയെയാണ് കാട്ടിയത് എന്ന് പറഞ്ഞാൽ വേദത്തിൽ നിഷ്ഠയുള്ളവരാണെങ്കിലും ചെവി കേൾക്കാത്തവരെ പോലെയാണ് അവർ പെരുമാറിയത്. അപ്പോൾ കുട്ടികളുടെ വാക്ക് അവരാരും കേട്ടതായിട്ട് നടിച്ചില്ല. കിഞ്ചിത് ഊജുഹു ച ഒന്നും പറഞ്ഞതുമില്ല. ഇനി നാലാമത്തെ ശ്ലോകം. അനാദരാത് ഖിന്നധിയോ ഹി ബാലകാഃ സമായയുർയുക്തമിദം ഹി യജ്വസു ചിരാദഭക്താ ഖലു തേ മഹീസുരാഃ കഥം ഹി ഭക്തം ത്വയി തൈഃ സമർപ്യതേ. പദം മുറിച്ച് പറയാം. അനാദരാത് ഖിന്നധിയഃ ഹി ബാലകാഃ സമായയുർയുക്തമിദം ഹി യജ്വസു ചിരാദഭക്താഃ ഖലു തേ മഹീസുരാഃ കഥം ഹി ഭക്തം ത്വയി തൈഃ സമർപ്യതേ. അനാദരവ് കൊണ്ട് ഖിന്നതിയഃ സങ്കടപ്പെട്ടുകൊണ്ട്, അനാദരവ് കണ്ടിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് ബാലകാഹ സമായയുഹു ആ ഗോപകുമാരന്മാർ മടങ്ങി വന്നു. യജ്വസു ഇദം യുക്തം ഹി ആ യജ്ഞപരന്മാരായ എന്ന് പറയുമ്പോൾ കേവലം കർമ്മനിരതരായ ഇദം യുക്തം ഹി ആ ബ്രാഹ്മണരുടെ വിഷയത്തിൽ ഇത് യുക്തം തന്നെയാണ്. ഈ അനാദരവ് യുക്തം തന്നെയാണ്. ഹി എന്തുകൊണ്ടെന്നാൽ തേ മഹീസുരാഹ ചിരാത് ആ മഹീസുരന്മാർ ആ ബ്രാഹ്മണർ ചിരാത് വളരെ കാലമായിട്ട് അഭക്താഹ ഖലു അഭക്തന്മാർ തന്നെയാണല്ലോ. തൈഹി കഥം ത്വയി ഭക്തം സമർപ്യതേ അവർ പിന്നെ എങ്ങനെയാണ് അങ്ങേക്കായി ഭക്തം കൊടുത്തയക്കുക. ഭക്തം എന്ന് പറയുമ്പോൾ ചോറ് എന്ന് അർത്ഥമുണ്ട്.
അനാദരാത് ഖിന്നധിയ ബാലകാഹ, ആദരിച്ചില്ലെങ്കിലും അപമാനിക്കേണ്ടായിരുന്നു എന്ന് അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട ബാലന്മാർ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു വരികയാണ്. ആ തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ മേൽപ്പത്തൂർ പറയാണ്, കേവലം കർമ്മനിരതരായ ബ്രാഹ്മണരുടെ കാര്യത്തിൽ ഈ അനാദരവ് യുക്തം തന്നെയാണ്. ആ ബ്രാഹ്മണര് പണ്ടേ തന്നെ ഭക്തിയില്ലാത്തവരാണ്. പിന്നെ എങ്ങനെയാണ് ഭഗവാന് വേണ്ടി ചോറ് കൊടുത്തയക്കുന്നത്? ഭക്തം എന്നാൽ ചോറ് എന്ന അർത്ഥമുണ്ട്. അപ്പോൾ ഭക്തിയില്ലാത്തവർ എന്ന് പറയുമ്പോൾ ചോറില്ലാത്തവർ, അവരെങ്ങനെയാണ് വേറൊരാൾക്ക് ചോറ് കൊടുക്കുന്നത്? ഇവിടെ ഭക്തിയില്ലാത്തവരെ ദാനം ചെയ്യാറില്ല എന്ന് വേറൊരർത്ഥം. ദാനം എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ അതിനെ ദാനം എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കൾ, ഏത് ആത്മനഃ പ്രിയം, അത് ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ അതിനെയാണ് ദാനം എന്ന് പറയുന്നത്. ഇനി 5-ാമത്തെ ശ്ലോകം. നിവേദയധ്വം ഗൃഹിണീജനായ മാം ദിശേയുരന്നം കരുണാകുലായിമാ ഇതി സ്മിതാർദ്രം ഭവതേരിതാഗതാസ്തേ താരക ദാരജനം യയാചിരേ. പദമുറിച്ച് പറയാം. നിവേദയധ്വം ഗൃഹിണീജനായ മാം ദിശേയുഹു അന്നം, ദിശേയുരന്നം കരുണ ആകുല, കരുണാകുല ഇമാഹ ഇതി സ്മിത ആർദ്രം, സ്മിതാർദ്രം ഭവത ഈരിതാഹ, ഭവതേരിത ഗതാഹ തേ, ഗതാസ്തേ ധാരക ധാരജനം യയാചിരേ. ഗൃഹിണീജനായ ആ ബ്രാഹ്മണ പത്നിമാരെ കണ്ടിട്ട് മാം നിവേദയധ്വം, എന്നെ പറ്റി പറയുവിൻ, കരുണ ആകുലാഹ ഇമാഹ, കാരുണ്യപരവശകളായ ഇമാഹ ഇവർ, ആ പത്നിമാർ, അന്നം ദിശേയുഹു, ഭക്ഷണം തരും, ഭക്ഷണം തരാതിരിക്കില്ല. ഇതി ഭവത സ്മിത ആർദ്രം ഈരിതാഹ, അങ്ങനെ അവിടുന്ന് ഭഗവാനെ അവിടുന്ന് പുഞ്ചിരി തൂകിക്കൊണ്ട് ഈരിതാഹ അരുളി ചെയ്തപ്പോൾ തേ ധാരകാഹ ഗതാഹ, ആ ഗോപകുമാരന്മാർ ഗതാഹ അവിടെ പോയിട്ട് ധാരജനം, ആ വിപ്രപത്നിമാരോട് യയാചിരെ യാചിച്ചു, അന്നം ആവശ്യപ്പെട്ടു. കുട്ടികൾ അവിടെ ചെന്ന് ഭഗവാന്റെ അടുത്ത് ചെന്ന്, ആ ബ്രാഹ്മണരുടെ അടുത്തുനിന്ന് മടങ്ങി വന്നിട്ട് ഭഗവാന്റെ അടുത്ത് ചെന്ന് സങ്കടം അറിയിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, ആ ബ്രാഹ്മണരുടെ പത്നിമാരോട് പോയി ചോദിക്കൂ, അവരെന്തായാലും തരാതിരിക്കില്ല. അങ്ങനെ പുഞ്ചിരിയോടുകൂടി ഭഗവാൻ പറഞ്ഞപ്പോൾ ആ കുട്ടികൾ ബ്രാഹ്മണ പത്നിമാരോട് അവിടെ ചെന്നിട്ട്, വീണ്ടും അവിടെ ചെന്നിട്ട് ആ ബ്രാഹ്മണരുടെ പത്നിമാരോട് ആഹാരം ആവശ്യപ്പെട്ടു. ഇനി 6-ാമത്തെ ശ്ലോകം. ഗൃഹീതനാംനി ത്വയി സംഭ്രമാകുലാശ്ചതുർവിധം ഭോജരസം പ്രഗൃഹ്യതാഃ ചിരം ധൃതത്വത്പ്രവിലോകനാഗ്രഹ സ്വകേർനിരുദ്ധ അഭി തൂർണമായയു. പദമുറിച്ച് പറയാം. ഗൃഹീതനാംനി ത്വയി സംഭ്രമ ആകുലാഃ ചതുർവിധം, സംഭ്രമാകുലാശ്ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യ താഹ ചിരം ധൃതത്വത് പ്രവിലോകന ആഗ്രഹാഃ, ധൃതത്വത് പ്രവിലോകനാഗ്രഹാഃ സ്വകൈഃ നിരുദ്ധ, സ്വകൈർനിരുദ്ധ അഭി തൂർണം ആയയുഃ, തൂർണമായയുഃ. ത്വയി ഗൃഹീതനാംനി, അങ്ങയുടെ പേര് എടുത്തു പറഞ്ഞപ്പോൾ ഭഗവാനെ, ഗുരുവായൂരപ്പ അങ്ങയുടെ പേര് ആ ഗോപക്കുട്ടികൾ എടുത്തു പറഞ്ഞപ്പോൾ ചിരം ധൃതത്വത്, ചിരം വളരെ കാലമായിട്ട്, ധൃതത്വത് അങ്ങയെ ഒന്ന് നന്നായിട്ട്, പ്രവിലോകന ആഗ്രഹാഹ നന്നായിട്ട് ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന താഹ അവര്, ആ പത്നിമാര്, സംഭ്രമ ആകുലാഹ പരിഭ്രമിച്ചുകൊണ്ട്,
ഭഗവാൻ അവിടെ വന്നിരിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ പരിഭ്രമിച്ചുകൊണ്ട് ചതുർവിധം ഭോജ്യരസം പ്രഗൃഹ്യ, 4 വെച്ച ആ സദ്യവട്ടം തന്നെ ധാരാളം പ്രഗൃഹ്യ എടുത്തുകൊണ്ട് സ്വകൈഹി നിരുദ്ധാഹ അഭി, ഭർത്താക്കന്മാർ തടഞ്ഞു എങ്കിലും, നിരുദ്ധാഹ അഭി തടഞ്ഞു എങ്കിലും, തൂർണം ആയയുഹു ബന്ധപ്പെട്ട് വേഗത്തിൽ ആയയുഹു ഓടി വന്നു. ആ വിപ്രപത്നികൾ വളരെ കാലമായിട്ട് ഭഗവാനെക്കുറിച്ച് കേട്ട് ഭഗവാനിൽ തന്നെ മനസ്സ് വച്ചിരിക്കുന്നവരാണ്. ഇപ്പം ദാ ഭഗവാൻ തൊട്ടടുത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ ആ പത്നിമാർ പരിഭ്രമിച്ച് ഒരു സദ്യവട്ടം തന്നെ ധാരാളമായിട്ട് എടുത്തുകൊണ്ട് അവരുടെ ആ സമയത്ത് അവരുടെ ഭർത്താക്കന്മാർ അവരെ പോകരുത് എന്ന് പറഞ്ഞ് തടഞ്ഞിട്ടും കൂട്ടാക്കാതെ ബന്ധപ്പെട്ട് ഓടി വന്നു എന്നാണ്. നിമ്നഗാഹ സമുദ്രമിവ എന്ന് ഭാഗവതം. എത്രയെത്ര മാർഗതടസ്സങ്ങൾ ഉണ്ടായാലും അതിനെയെല്ലാം മറികടന്ന് നദികൾ സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് പോലെ അവരുടെ മനസ്സ്, ആ വിപ്രപത്നിമാരുടെ മനസ്സും ഭഗവാനിൽ പ്രവേശിച്ചു എന്ന് ഭാഗവതം. ഇനി 7ാമത്തെ ശ്ലോകം. വിലോലപിഞ്ചം ചിഗുരേ കബോലയോ സമുല്ലസത്കുണ്ടലമാർദ്രമീക്ഷിതേ നിധായ ബാഹും സുഹൃദം സസീമനി സ്ഥിതം ഭവന്തം സമലോകയന്തതാഃ. പദമുറിച്ച് പറയാം. വിലോല പിഞ്ചം ചിഗുരേ കബോലയോഹോ സമുല്ലസത് കുണ്ടലം ആർദ്രം ഈക്ഷിതേ, സമുല്ലസത് കുണ്ടലമാർദ്രമീക്ഷിതേ നിധായ ബാഹും സുഹൃദ് അംസ സീമനി, സുഹൃദംസ സീമനി സ്ഥിതം ഭവന്തം സമലോകയന്ത താഹ. ചിഗുരേ തലമുടിക്കെട്ടിൽ, വിലോല പിഞ്ചം മയിൽപ്പീലികൾ അങ്ങനെ കിടന്ന് ആടുന്നുണ്ട്. കബോലയോഹോ സമുല്ലസത് കുണ്ടലം, കവിളുകളിൽ ഉല്ലസിക്കുന്ന കുണ്ടലം എന്ന് പറയുമ്പോൾ മണികുണ്ടലങ്ങളുടെ ആ കാന്തി കവിൾത്തടങ്ങളിൽ ഇങ്ങനെ ഓളം വെട്ടുന്നവനായിട്ട്, അതുപോലെ ഈക്ഷിതേ ആർദ്രം, ആ നോട്ടം ഭഗവാന്റെ ആ അലിവോട് കൂടിയിട്ടുള്ള ആർദ്രമായിട്ടുള്ള നോട്ടം, അങ്ങനെ നോക്കുന്നവനായിട്ട്, ആർദ്രമായിട്ട് നോക്കുന്നവനായിട്ട്. സുഹൃദ് അംസ സീമനി ബാഹും നിധായ സ്ഥിതം, സുഹൃദ് അംസ, അംസ എന്ന് വെച്ചാൽ തോള്, സുഹൃത്തിൻ്റെ തോളിൽ, ചങ്ങാതിയുടെ തോളത്ത്, ബാഹും നിധായ കൈ വെച്ചിട്ട്, സ്ഥിതം നിൽക്കുന്ന, ഭവന്തം അങ്ങയെ, താഹ സമലോകയന്ത, ആ താഹ എന്ന് പറയുമ്പോൾ അവർ, ആ സ്ത്രീകൾ, സമലോകയന്ത നന്നായിട്ട് തന്നെ കണ്ടു. ആ വിപ്രപത്നിമാർ കാണാൻ കൊതിച്ച രൂപം തന്നെ ഭഗവാൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. മുടിയിൽ ഒരു മയിൽപ്പീലി ഒക്കെ അങ്ങനെ ആടുന്നുണ്ട്. കാതിൽ അണിഞ്ഞിരിക്കുന്ന ആ മകരകുണ്ടലങ്ങളുടെ കാന്തി ആ മിന്നുന്ന കവിൾത്തടത്തിൽ അങ്ങനെ ഓളം വെട്ടുന്നുണ്ട്. അതുപോലെ കരുണാർദ്രമായ ഭഗവാന്റെ ആ നോട്ടം. ശ്യാമം ഹിരണ്യപരിധിം വനമാല്യബർഹധാതു പ്രവാള നടവേഷമനുവ്രതാംശെ വിന്യസ്തഹസ്തമിതരേണ ധുനാനമബ്ജം കർണോത്പലാളക കപോലമുഖാബ്ജഹാസം. ഭാഗവതം. ശ്യാമള നിറത്തോടുകൂടിയ സ്വർണം പോലെയുള്ള വസ്ത്രം ധരിച്ച്, കാട്ടുപൂക്കൾ കൊണ്ട് കെട്ടിയ മാല ധരിച്ച്, കാതുകളിൽ നീലത്താമര പൂക്കളും കവിൾത്തടത്തിൽ വീണുകിടക്കുന്ന കുറുനിരകളും മുഖാംബുജത്തിൽ നിറഞ്ഞ പുഞ്ചിരിയുമൊക്കെ ആയിട്ട് ഒരു കൈ കൂട്ടുകാരൻ്റെ തോളിൽ വെച്ച് മറ്റേ കൈ കൊണ്ട് താമര ചുഴറ്റിക്കൊണ്ട് നിൽക്കുന്ന ഭഗവാനെ ആ വിപ്രപത്നിമാരെ സമവലോകയന്ത നന്നായിട്ട് തന്നെ കണ്ടു. ഇനി 8ാമത്തെ ശ്ലോകം. തദാ ച കാചിത്വദുഭാഗമോദ്യതാ ഗൃഹീതഹസ്താദൈതേന യജ്വന തദൈവ സഞ്ചിന്യ ഭവന്തമഞ്ജസാ വിവേശ കൈവല്യമഹോ കൃതിന്യസൗ. പദമുറിച്ച് പറയാം. തദാ ച കാചിത് ത്വത്
ഉപാഗമ ഉദ്യത ത്വദുപാഗമോദ്യത ഗൃഹീത ഹസ്ത ദൈദേന യജ്വന തദേവ സഞ്ചിന്യ ഭവന്തമഞ്ജസ വിവേശ കൈവല്യം അഹോ കൃതിനി അസൗ തഥാച്ച ആ സമയത്ത് എന്ന് പറയുമ്പോൾ ആ ബ്രാഹ്മണ സ്ത്രീകൾ ആ ഭഗവാനെ അങ്ങനെ നല്ലതുപോലെ അങ്ങനെ കണ്ടു നിൽക്കുന്ന ആ സമയത്ത് ത്വത് ഉപാഗമ ഉദ്യത കാചിത് അങ്ങയുടെ അടുത്തേക്ക് വരുവാനായിട്ട് ഒരുങ്ങിയ ഒരു ആ ബ്രാഹ്മണ സ്ത്രീ യജ്വന ദൈദേന യാഗശീലനായ ദൈദേന ഭർത്താവിനാൽ ഗൃഹീതഹസ്ത കൈക്ക് പിടിച്ച് നിർത്തുകയും എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെ ഭർത്താവ് കയ്യിൽ പിടിച്ചിട്ട് അവിടെ നിർത്തി ഭവന്തം സഞ്ചിന്യ തഥാ ഏവ ആ സമയത്ത് ആ പിടിച്ചു നിർത്തിയപ്പോൾ പോകരുത് എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയപ്പോൾ ഭവന്തം സഞ്ചിന്യ അങ്ങയെ തന്നെ ഗുരുവായൂരപ്പ അങ്ങയെ തന്നെ നന്നായി ധ്യാനിച്ചിട്ട് തഥാ ഏവ അപ്പോൾ തന്നെ അഞ്ജസ പെട്ടെന്ന് നിഷ്പ്രയാസമായിട്ട് കൈവല്യം വിവേശ മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. അഹോ അസൗ കൃതിനി ആശ്ചര്യം, ഇവൾ തന്നെയാണ് ഭാഗ്യശാലിനി. ഇവിടെ അതേ സമയത്ത് ഗുരുവായൂരപ്പ മേൽപ്പത്തൂർ പറയാണ്, അങ്ങയുടെ അടുത്ത് വരാൻ തിടുക്കപ്പെട്ട് ഇറങ്ങിയ ഒരു ബ്രാഹ്മണിയെ ഭർത്താവ് പോകരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തി. എന്നാൽ ആ നിമിഷം തന്നെ ആ വിപ്രപത്നി ഭഗവാനെ നന്നായി സ്മരിച്ച് ഭഗവാനിൽ തന്നെ മനസ്സ് വെച്ച് യാതൊരു പ്രയാസവുമില്ലാതെ യാതൊരു പ്രയത്നവുമില്ലാതെ മോക്ഷം പ്രാപിച്ചു. അഹോ അസൗ കൃതിനി നോക്കൂ, ആ ബ്രാഹ്മണി എത്ര ഭാഗ്യവതിയാണ്. ഇനി 9ാമത്തെ ശ്ലോകം. ആദായ ഭോജാന്യനുഗൃഹ്യതാഃ പുനസ്ത്വദംഗസംഗസ്പൃഹയോജ്ജതീർഗൃഹം വിലോക്യ യജ്ഞായ വിസർജയന്നിമാശ്ചകർത്ഥഭർതॄനപിതാ സ്വഗർഹണാൻ. പദമുറിച്ച് പറയാം. ആദായ ഭോജ്യാന്യനുഗൃഹ്യ താഹ പുനഃ ത്വത് അംഗസംഗ സ്പൃഹയാ ഉജ്ജതീഃ ഗൃഹം പുനസ്ത്വദംഗസംഗസ്പൃഹയോജ്ജതീർഗൃഹം വിലോക്യ യജ്ഞായ വിസർജയൻ ഇമാഃ ചകർത്ഥ ഭർതॄനപി താസു അഗർഹണാൻ. ഭോജ്യാനി ആദായ പുനഃ, ഭോജ്യങ്ങളൊക്കെ എടുത്തിട്ട് ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം എടുത്തിട്ട് എന്ന് പറയുമ്പോൾ സ്വീകരിച്ചിട്ട് പുനഃ താഹ അനുഗൃഹ്യ വീണ്ടും ആ ബ്രാഹ്മണ സ്ത്രീകളെ അനുഗ്രഹിച്ചിട്ട് ത്വത് അംഗസംഗസ്പൃഹയ അങ്ങയുടെ ആ അവയവവുമായുള്ള സമ്പർക്കം കൊതിച്ചിട്ട് അങ്ങയുടെ ആ സാമീപ്യം കൊതിച്ചിട്ട് ഗൃഹം ഉജ്ജതി വിലോക്യ ഗൃഹം വിട്ടിറങ്ങിപ്പോന്നവരാണ്, ഗൃഹത്തെ ഉപേക്ഷിച്ച് വന്നവരാണ് എന്ന് വിലോക്യ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഇമാഹ യജ്ഞായ വിസർജയൻ അവരെ യജ്ഞത്തിനായിക്കൊണ്ട് ആ യാഗാനുഷ്ഠാനത്തിനായിക്കൊണ്ട് വിസർജയൻ തിരിച്ചയക്കുകയും ചെയ്തു. ഭർതॄൻ അഭി താസു അഗർഹണാൻ ചകർത്ഥ ഭർത്താക്കന്മാരെയും താസു ആ സ്ത്രീകളിൽ അഗർഹണാൻ ചകർത്ഥ നിന്ദാഭാവം ഇല്ലാത്തവരാക്കി തീർക്കുകയും ചെയ്തു. പിന്നീട് ആ ബ്രാഹ്മണ സ്ത്രീകൾ കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം സ്നേഹത്തോടെ സ്വീകരിച്ച് ഭഗവാൻ ആ സ്ത്രീകളെ അനുഗ്രഹിച്ചു. ത്വത് അംഗസംഗസ്പൃഹയാ ഗൃഹം ഉജ്ജതി വിലോക്യ ഭഗവാനെ
അങ്ങയുടെ അംഗസംഗം കൊതിച്ചുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീകൾ ഗൃഹം വിട്ടു പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് സാഹചര്യം എന്തു തന്നെയാണെങ്കിലും സ്വധർമ്മം ഉപേക്ഷിച്ചുകൂടാ. സ്വധർമ്മം ഈശ്വരാർപ്പണമായിട്ട് അനുഷ്ഠിക്കുന്നതിലൂടെ മാത്രമാണ് പരമമായ ശ്രേയസ്സുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരെ ഭഗവാൻ യാഗാനുഷ്ഠാനത്തിനായിട്ട് തിരിച്ചയക്കുകയാണ്. അപ്പോൾ അതിലൂടെ അവരുടെ ഭർത്താക്കന്മാരെയും ആ സ്ത്രീകളിൽ നിന്ദാഭാവം ഇല്ലാത്തവരാക്കി തീർത്തു. അപ്പോൾ ഭഗവാനെ കണ്ട് തിരിച്ചു വന്ന എന്ന് പറയുമ്പോൾ ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാനെ കാണാൻ പോയിട്ട് പോകരുത് എന്ന് പറഞ്ഞ് വിലക്കിയിട്ടും അതൊന്നും കേൾക്കാതെ പോയി. എന്നിരുന്നാലും ആ ഭഗവാനെ കണ്ട് തിരിച്ചു വന്നപ്പോൾ ആ ഭർത്താക്കന്മാർക്ക് അവരോട് അനിഷ്ടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല എന്ന് പറയാൻ. അപ്പം അങ്ങനെ അത് മാത്രമല്ല, അതിലൂടെ അവരുടെ ഭർത്താക്കന്മാരെയും ആ സ്ത്രീകളിൽ നിന്ദാഭാവം ഇല്ലാത്തവരാക്കി തീർത്തു എന്ന് പറയുമ്പോൾ അവരോട് പ്രത്യേകിച്ച് നിന്ദയോ അല്ലെങ്കിൽ അനിഷ്ടങ്ങളൊന്നും ആ ഭർത്താക്കന്മാർക്ക് ഉണ്ടായില്ല എന്നാണ്. അപ്പോൾ അത് മാത്രമല്ല, ഭഗവാനെ കണ്ട് തിരിച്ചു വന്ന ആ തങ്ങളുടെ പത്നിമാരുടെ ആ ശ്രീകൃഷ്ണനിലുള്ള അത്യുത്കടമായ ഭക്തി, തങ്ങൾക്ക് ഭക്തി ഒട്ടുമില്ലാതിരിക്കുന്ന അവസ്ഥയെയും പ്രത്യക്ഷമായിട്ട് കണ്ടറിഞ്ഞിട്ട് എന്ന് പറയുമ്പോൾ പത്നികളുടെ ആ ഭക്തി, ആ വർദ്ധിച്ച ഭക്തിയും അതുപോലെ തങ്ങൾക്ക് ആ ഭക്തി ഒട്ടും ഇല്ലല്ലോ എന്ന ആ ഒരു അങ്ങനെ മനസ്സിലാക്കിയിട്ട് പശ്ചാത്താപയുക്തരായ വിപ്രന്മാരെ, ബ്രാഹ്മണരെ, പത്നിമാരെ നിന്ദിക്കാതെ സ്വയം നിന്ദിക്കുകയാണ്. ദിഗ്ജന്മനസ്ത്രിവൃദ്വിദ്യാം ദിഗ്വ്രതം ദിഗ്ബഹുജ്ഞതാം ദിക്കുലം ദിക്രിയാദാക്ഷ്യം വിമുഖായേ ത്വധോക്ഷജേ. ഭാഗവതം. നമ്മൾ വേദം പഠിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? വ്രതങ്ങൾ അനുഷ്ഠിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം? ശാസ്ത്രങ്ങൾ പഠിച്ചത് കൊണ്ടും യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ ആ പത്നിമാർ തിരിച്ചു വന്നപ്പോൾ അവരുടെ ഭക്തി കണ്ടിട്ട് ആ ബ്രാഹ്മണർ പറയുകയാണ്, എന്തുണ്ടായിട്ടും പ്രയോജനമൊന്നുമില്ല, ഭഗവത് ഭക്തി ഇല്ലെങ്കിൽ ഇതെല്ലാം തന്നെ നിഷ്ഫലമാണ്. ഇതൊന്നുമില്ലാത്ത നമ്മുടെ പത്നിമാരിത പൂർവ്വജന്മത്തിൽ സുഹൃതം ചെയ്തവരാണ്, ഭഗവത് ഭക്തരായിട്ട് ജനിച്ച അവർ തന്നെയാണ് ഭാഗ്യശാലികൾ. അങ്ങനെയൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവർ എന്താ പറയുക, അങ്ങനെ ഭഗവാൻ അവരുടെ ഭർത്താക്കന്മാരെയും ആ സ്ത്രീകളിൽ നിന്ദാഭാവം ഇല്ലാത്തവരാക്കി തീർത്തു. ഇനി 10ാമത്തെ ശ്ലോകം. നിരൂപ്യദോഷം നിജമംഗനാജനേ വിലോക്യ ഭക്തിം ച പുനർവിചാരിഭി പ്രബുദ്ധതത്വൈസ്ത്വമഭിഷ്ടുതോ ദ്വിജേർമരുത്പുരാധീശ നിരുന്ധി മേഘതാൻ. പദമുറിച്ച് പറയാം. നിരൂപ്യ ദോഷം നിജം അംഗനാജനെ, നിജമംഗനാജനെ വിലോക്യ ഭക്തിം ച പുനഃ വിചാരിഭിഹി പുനർവിചാരിഭിഹി പ്രബുദ്ധതത്വൈഹി ത്വം അഭിഷ്ടുതഃ പ്രബുദ്ധതത്വൈസ്ത്വമഭിഷ്ടുതഃ ദ്വിജൈഃ മരുത്പുരാധീശ ദ്വിജൈർമരുത്പുരാധീശ നിരുന്ധി മേ ഗതാൻ. ദ്വിജൈഃ പുനർവിചാരിഭിഹി. ആ ബ്രാഹ്മണർ പിന്നീട് വീണ്ടും വിചാരത്തോടു കൂടിയിട്ട് നിജം ദോഷം നിരൂപ്യ, നിജം ദോഷം തങ്ങളുടെ സ്വന്തം ദോഷം, തങ്ങളുടെ കുറ്റം നിരൂപ്യ കണ്ടറിഞ്ഞിട്ട്, തങ്ങളിലാണ് ദോഷം എന്ന് കണ്ടറിഞ്ഞിട്ട് അംഗനാജനെ ഭക്തിം വിലോക്യച്ച, ആ സ്ത്രീകളുടെ, കേവലം സ്ത്രീകൾക്ക് എന്തൊരു ഭക്തിയാണ് എന്ന് നന്നായിട്ട് വിലോക്യ കണ്ടിട്ട് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിയിട്ട് അംഗനാജനെ ഭക്തി വിലോക്യ, ആ സ്ത്രീകളുടെ ആ പത്നിമാരുടെ ഭക്തിയെ കണ്ടറിഞ്ഞിട്ട് പ്രബുദ്ധതത്വൈഹി ത്വം അഭിഷ്ടുതഃ പ്രബുദ്ധതത്വൈഹി, ആ പരമാർത്ഥ തത്വത്തെ നല്ലതുപോലെ തെളിഞ്ഞിട്ട്, പരമാർത്ഥ തത്വം തെളിഞ്ഞിട്ട് ത്വം അഭിഷ്ടുതഃ ഭഗവാനെ അങ്ങയെ അഭിഷ്ടുതഃ നന്നായിട്ട് തന്നെ സ്തുതിച്ചു. മരുത്പുരാധീശ മേഘതാൻ നിരുദ്ധി. ഗുരുവായൂരപ്പ അവിടുന്ന് എൻ്റെ രോഗങ്ങളെ നന്നായിട്ട് മാറ്റിത്തരണേ, മുഴുവനായിട്ട് മാറ്റിത്തരണേ.
അപ്പോൾ ഇവിടെ ആ വിപ്രന്മാർ ഭഗവത് മഹാത്മ്യം അറിയാതെ തങ്ങൾ ചെയ്ത അവജ്ഞാരൂപത്തിലുള്ള അപരാധത്തെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് ഭഗവാനെ സ്തുതിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ ഗുരുവായൂരപ്പ മേ രോഗാൻ നിരുന്ധി, എൻ്റെ രോഗങ്ങളെ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ച് മേൽപ്പത്തൂർ 61ാമത്തെ ദശകം ഉപസംഹരിക്കുന്നു. ഹരേ കൃഷ്ണ.